ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേണിംഗ് ട്രീയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ ക്ലാസ് മലയാള ഫോണ്ടിനെ കുറിച്ചാണ്. മലയാളം ഫോണ്ട് ടൈപ്പ് ഫിംഗർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ ഫസ്റ്റ് ഒരു ക്ലാസ് ഇട്ടിരുന്നു. അത് കഴിഞ്ഞു. ജസ്റ്റ് വേറെ രണ്ടാമത്തേതായിട്ട് ISM ഇൻസ്ക്രിപ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതൊക്കെ മലയാളത്തിൻ്റെതായ ഏത് രീതിയിലാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ ISM ഇൻസ്ക്രിപ്റ്റും പിന്നെ ISM ടൈപ്പ് റൈറ്റിങ്ങും പഠിച്ചു നന്നായിട്ട് അല്ലേ. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മീൻസ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും അവർക്കായിട്ടൊക്കെ ഒരുപാട് ആളുകൾക്ക് അത് അറിയില്ല. അതുകൊണ്ട് തന്നെ ISM ഇൻസ്ക്രിപ്റ്റും എന്നല്ല ഗവൺമെൻറ് ജോലിക്കാർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കായിട്ടും ഉള്ള ഒരു വീഡിയോ ആണ്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം. ഓക്കെ, ഈ ISM ടൈപ്പ് റൈറ്ററും പിന്നെന്താണ് ISM ഇൻസ്ക്രിപ്റ്റും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു അല്ലേ. ഇനി മൂന്നാമതായിട്ട് എല്ലാവരുടെ സിസ്റ്റത്തിൽ ഈ യൂണിക്കോഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. ഇതാണ് യൂണിക്കോഡ് അല്ലേ. അപ്പോൾ യൂണിക്കോഡ് എന്ന് പറഞ്ഞത് എല്ലാവരുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നൊന്നുമില്ല, എല്ലാവരുടെ സിസ്റ്റത്തിലും അത് ഉണ്ടാകും. അത് എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അതിൽ മലയാളം നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. മലയാളം ഫോണ്ട് മാത്രം അതിൽ ഉണ്ടായാൽ മതി. അതെങ്ങനെയാണ് എടുക്കുന്നത്, എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ ഫോണ്ട് ടൈപ്പ് ചെയ്യുന്ന രീതികൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടിക്കലിലൂടെ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നതാണ്. നന്നായിട്ട് പ്രാക്ടിക്കൽ നിങ്ങൾ പഠിക്കണം കേട്ടോ, എന്നാലേ നിങ്ങൾക്കത് നന്നായിട്ട് മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് തൊട്ട് അവസാനം വരെ എൻ്റെ ഈ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണണം. ഫസ്റ്റ് യൂണിക്കോഡ് ഫോണ്ട് ടെക്സ്റ്റ്. എന്താണ് യൂണിക്കോഡ് ഫോണ്ട് ടെക്സ്റ്റ്? രണ്ടാമതായിട്ട് ആസ്കി ഫോണ്ട് ടെക്സ്റ്റ്. ക്ലിയർ? അപ്പോൾ യൂണിക്കോഡ് ഫോണ്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണയായി എല്ലാവർക്കും ചെയ്യാവുന്ന പോലെ അല്ലേ. വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ചെയ്യുന്ന രീതി ഏതാണ്? യൂണിക്കോഡാണ്. വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ കൂടുതലായിട്ട് നല്ല കോപ്പി ചെയ്യാനായിട്ട് എപ്പോഴും പറ്റുന്നത് യൂണിക്കോഡാണ്. യൂണിക്കോഡ് ഫോണ്ടാണ്. മലയാളത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പിന്നെ ആസ്കി ഫോണ്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ISM ഇൻസ്ക്രിപ്റ്റ് ഒക്കെ ചെയ്യാറില്ല. അത് പ്രത്യേകതരമായിട്ടൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമ്മുടെ സിസ്റ്റത്തിൽ അത് കിട്ടുള്ളൂ. അത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ISM ഇൻസ്ക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യാന്ന് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ISM ഇൻസ്ക്രിപ്റ്റിന് പ്രത്യേക സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിയാവില്ല. കാരണം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അല്ല അത് കിട്ടുന്നത്. എന്താണ്, ഒരു ഹാർഡ്വെയർ ഷോപ്പിലോ അല്ലെങ്കിൽ ഹാർഡ്വെയർ ചെയ്യുന്ന ആളുകളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഒരു CD ഉണ്ടായിരിക്കും. എന്താണ് CD? അത് ഒറിജിനൽ CD ആയിരിക്കും. ആ ഒറിജിനൽ CD ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ISM ഇൻസ്ക്രിപ്റ്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതാണ് ആസ്കിയിൽ പെടുന്നത്. ആസ്കി അല്ലേ, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച് എന്നാണ് അതിന്റെ അർത്ഥം. ഇതാണ് അതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ഓക്കെ, കൂടുതലായിട്ട് ഈ ആസ്കിയുടെ PSCയിൽ ചോദിക്കാറുണ്ട്, ഇതിന്റെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ PSCയുടെ വേറെ ക്ലാസ് വരുന്നുണ്ട്, ടൈപ്പിസ്റ്റിന്റെ ക്ലാസ്. എല്ലാവരും നന്നായിട്ട് കാണണം കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ച് പഠിക്കണം. ഇതെല്ലാതും നിങ്ങൾക്ക് പല ടൈപ്പായിട്ട് മലയാളം ചെയ്യുന്ന രീതിയാണ് ക്ലാസ് എടുക്കുന്നത്. എല്ലാവരും DTP സെന്ററുകളിലും മറ്റുള്ള സ്ഥാപനങ്ങളിലും അല്ലെ, പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ പ്രത്യേകമായ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് മലയാളം ടൈപ്പ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം, യൂണിക്കോഡിന്റെ ഫോണ്ടിനെ കുറിച്ച് ഞാൻ പറയാം. യൂണിക്കോഡ് ടെക്സ്റ്റിനെ കുറിച്ച്. ഫോണ്ട് സ്റ്റൈൽ മീൻസ് എന്താണ്? ISM ഇൻസ്ക്രിപ്റ്റില് പല ഫോണ്ടുകൾ ഉണ്ട് അല്ലെ. അതിന്റെ പേരുകൾ ML കാർത്തിക, ML ഓണം, ML രേവതി, ML ഇന്ദുലേഖ. ഇതൊക്കെ ഫോണ്ട് സ്റ്റൈലാണ്. ഏതിലെയാണ്? നമ്മുടെ ISM ഇൻസ്ക്രിപ്റ്റ്. ക്ലിയർ? അതുപോലെ തന്നെ യൂണിക്കോഡിലും ഫോണ്ട് സ്റ്റൈൽ ഉണ്ട്. ഫോണ്ട് സ്റ്റൈൽ ഒന്നാമത്തെ കുറച്ചായിട്ടാണ് യൂണിക്കോഡിലെ ഫോണ്ട് സ്റ്റൈൽ ഉള്ളത്. ആദ്യമൊക്കെ ഒരു ഫോണ്ട് സ്റ്റൈൽ ഉണ്ടാവാറുള്ളൂ അല്ലെ, 1 2 അതിൽ കൂടുതൽ അധികം ഉണ്ടാവാറില്ല യൂണിക്കോഡ്. ഒരു ഫോണ്ട് സ്റ്റൈലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ അത് പല ഫോണ്ടുകളായിട്ട് കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ എന്താണ്? അനെക് മലയാളം. രണ്ടാമത്തെ എന്താണ്? ബാലു ടെക്സ്റ്റ് അല്ലെ, ബാലു മലയാളത്തിന്റെ. പിന്നെ അരീമ ഫോണ്ട് സ്റ്റൈൽ. ക്ലിയർ? നെക്സ്റ്റ് നോട്ടോ സെരീഫ്. എന്താണ് നോട്ടോ സെരീഫ്? അതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ഇത് 4 വർക്കിംഗ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഫോണ്ട് സ്റ്റൈലും
എന്താ പറയുക വേറെ വേറെ സ്റ്റൈല് ഇപ്പോൾ പുതിയത് കണ്ടുപിടുത്തങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പ്രത്യേകിച്ചും ഈ ഫോണ്ട് സ്റ്റൈൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തിട്ട് എവിടെയാണ് ഇടുന്നത് ഇപ്പോൾ പറഞ്ഞു തരാം. അതിൽ ISM ഇൻസ്ക്രിപ്റ്റിന്റെ ഫോണ്ട് തന്നെയാണ് ഏതിലുള്ളത്, യൂണിക്കോഡിലും ഉള്ളത്. ഫോണ്ട് എന്ന് പറയുന്നത് എന്താണ്, സ്പെല്ലിംഗ് ഒക്കെ പഠിക്കാറില്ലേ നമ്മൾ, ASDFG, അതിന്റെ ഫോണ്ട് സ്റ്റൈലുള്ള ഓരോ മലയാളം ഉണ്ടാവുമല്ലോ. K കൊടുക്കുമ്പോൾ ക, L കൊടുക്കുമ്പോൾ ത, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ യൂണിക്കോഡിലും ടൈപ്പ് ചെയ്യേണ്ടത്. സെയിം മെത്തേഡ് തന്നെയാണ് ഏത് പഠിക്കുന്ന സ്പെല്ലിംഗ് അല്ലെ, ഏതൊക്കെയാണ് മലയാളത്തിന്റെ സ്പെല്ലിംഗ് ആയിട്ട് വരുന്നത് അതൊക്കെ തന്നെയാണ് ഏതിലുള്ളത്, യൂണിക്കോഡിലും ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപകാരമാകും ISM ഇൻസ്ക്രിപ്റ്റ് പഠിക്കുകയാണെങ്കിൽ. ISM ടൈപ്പ് റൈറ്റർ പഠിക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാനായിട്ട്. ഒരു ലെറ്റർ വ്യത്യാസമുണ്ട്, ഏത് N, L, L ഇതൊക്കെ നിങ്ങൾക്ക് വ്യത്യാസം വരും. ഏതില്, ISM ഇൻസ്ക്രിപ്റ്റിലും വ്യത്യാസം വരും, യൂണിക്കോഡിൽ കേട്ടോ. യൂണിക്കോഡില് ഷിഫ്റ്റ് കൺട്രോൾ 1 ആണ് N, L ഇതൊക്കെ ചെയ്യണമെങ്കിൽ. N വരണമെങ്കിൽ എന്താണ് വരുന്നത്, ക്ലോസ് ബ്രാക്കറ്റ് ആണ് ഏതില്, ISM ഇൻസ്ക്രിപ്റ്റില്. പക്ഷെ യൂണിക്കോഡില് അത് അങ്ങനെയല്ല, ഷിഫ്റ്റ് കൺട്രോൾ 1 കൂടി ടൈപ്പ് ചെയ്യണം, എന്നാലാണ് N, L, L ഇതൊക്കെ വരുന്നത്. ഇതൊക്കെ പഠിച്ചവർക്ക് നല്ലോണം മനസ്സിലാവും കേട്ടോ ഞാൻ പറയുന്നത്. പഠിച്ച കുട്ടികളാണെങ്കിൽ ഇപ്പൊ യൂണിക്കോഡ് കൂടി ഒന്ന് ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കണം. ഒരു മെത്തേഡ് മാത്രമല്ല പഠിക്കേണ്ടത്, 2-3 മെത്തേഡായിട്ട് നിങ്ങൾ മലയാളം പഠിച്ചിരിക്കണം. ഇനിയും വരുന്നുണ്ട് മലയാളം എങ്ങനെ ചെയ്യാന്നുള്ളത്. സോഫ്റ്റ്വെയർ ഇല്ലാതെ തന്നെ എന്താണ് നമ്മുടെ നെറ്റിൽ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇമ്പോർട്ടൻ്റ് ഉള്ളത് അറബി എങ്ങനെ ടൈപ്പ് ചെയ്യുന്നത് പറഞ്ഞുതരാം. നമ്മൾ മംഗ്ലീഷ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറബി നന്നായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അത് അടുത്ത ക്ലാസ്സിലായിട്ട് ഞാൻ പറഞ്ഞു തരും. ഓക്കെ, ടൈപ്പ് ചെയ്യാനുള്ള നമ്പർ 9633655795. എല്ലാവരും കൂടുതലായിട്ട് വിളിക്കാൻ നിൽക്കരുത്, മെസ്സേജ് മാത്രം വിടുക. വേറെ ഒന്നല്ല, ഒരുപാട് കോളായിട്ട് വരുന്നത്, അതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്ലൈ തരും. എല്ലാവർക്കും യൂണിക്കോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് വളരെ എളുപ്പം തന്നെയാണ്. 3 ടൈപ്പ് മലയാളം പഠിക്കാനായിട്ട്, 3 ടൈപ്പ് ഒന്നല്ല, കുറേ രീതിയിൽ നമുക്ക് മലയാളം പഠിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. എല്ലാ ഗവൺമെൻറ് ജോലിക്കാർക്കും, ഇനി ഗവൺമെൻറ് ജോലിക്ക് പോകാനുള്ള ആളുകൾക്കും എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള വീഡിയോ ആണ്. വളരെയധികം ശ്രദ്ധിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ തുടങ്ങാം. യൂണിക്കോഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എടുക്കുന്നത് അല്ലേ, അത് നമ്മൾ ആദ്യം പഠിക്കണം അല്ലേ, യൂണിക്കോഡ്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ, ഇതിൽ ആപ്പാണ് കേട്ടോ, ഞാൻ യൂസ് ചെയ്യുന്ന ലാപ്പാണ്. സിസ്റ്റായാലും ലാപ്പായാലും നമുക്ക് എടുക്കുന്ന വിധമാണ് ഞാൻ ഇന്നത്തെ ഇതിൽ പറയുന്നത്. എല്ലാതും പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇതാണ് പറയുന്നത്, എങ്ങനെയാണ് യൂണിക്കോഡ് എടുക്കുന്നത്. യൂണിക്കോഡ് മീൻസ് ISM എടുത്തിട്ട് മലയാളം ചെയ്യുന്നതുണ്ട്. ഇപ്പോൾ യൂണിക്കോഡാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ പ്രാക്ടീസോട് കൂടി ഞാൻ ISM കാണിച്ചു തരും, ടൈപ്പ് റൈറ്റിംഗ് ഫിംഗർ ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരും, മൂന്നാമതായിട്ട് യൂണിക്കോഡും കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ഇതിൽ ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ട കാര്യം സ്റ്റാർട്ട് എടുക്കാം. എന്താണ് സ്റ്റാർട്ട്? എൻ്റെ ഇപ്പോൾ യൂണിക്കോഡ് എന്ന് പറഞ്ഞത് ഇവിടെ ഇൻസ്റ്റാൾ ആണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഞാൻ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു തരുന്നുള്ളൂ. ഇൻസ്റ്റാൾ ആയതുകൊണ്ട് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യാം. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ പാനൽ എന്ന് പറഞ്ഞുകൊണ്ട്, എന്താണ് കൺട്രോൾ പാനൽ? എല്ലാവരും മനസ്സിലാക്കി വെക്കണം. നിങ്ങളൊക്കെ ജോലിക്ക് പോകാനായിട്ട് ഒരുങ്ങുന്ന കുട്ടികളാണ് അല്ലേ, PSC ഒക്കെ കഴിഞ്ഞിട്ട് PSC ക്ലാസ്സും കഴിഞ്ഞ് റാങ്കിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. എപ്പോഴും പ്രൈവറ്റ് സ്ഥാപനങ്ങളായാലും നിങ്ങൾക്ക് ഉപകാരമായിരിക്കും കേട്ടോ, ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൺട്രോൾ പാനൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ബോക്സ് വന്നു അല്ലേ, ഇതുപോലൊരു ബോക്സ് വന്നു. ഈ ബോക്സിൽ ലാംഗ്വേജസ് ആൻഡ് റീജിയൻ കണ്ടോ, ലാംഗ്വേജ് കോമ ആൻഡ് റീജിയണൽ എന്ന് കാണും. അപ്പോൾ റീജിയൻ എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ക്ലോക്ക് ഒരു കോമ ഇട്ടിട്ട് ലാംഗ്വേജ് ഇട്ട് ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ അതവിടെ എന്ത് ചെയ്യുക, ഈ ഇതുമ്മ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ക്ലോക്ക് ആൻഡ് ലാംഗ്വേജ് ആൻഡ് റീജിയണൽ. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ബോക്സ് വന്നു അല്ലേ. ഇതിൽ റീജിയൻ ആൻഡ് ലാംഗ്വേജ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് തോന്നുന്നു, ഇങ്ങനൊരു ഡയലോഗ് ബോക്സ് വന്നിട്ടുണ്ട്.
നെക്സ്റ്റ് കീബോർഡ്സ് ആൻഡ് ലാംഗ്വേജസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് ചേഞ്ച് കീബോർഡ്സ്. ഇത്രയും ചെയ്താൽ മതി. എല്ലാ കമ്പ്യൂട്ടറിലും ഇതുണ്ട്. ഏത്? ഈ യൂണിക്കോഡ് എടുക്കാൻ പറ്റും. ISM ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യമൊന്നുമില്ല. ഓക്കെ, ISM ഫിംഗർ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ISM ഫിംഗർ മീൻസ് എന്താണ്? കെ കൊടുക്കുമ്പോൾ ക, അങ്ങനെയുള്ള ഫിംഗറാണല്ലോ ISM. അപ്പോൾ ISM പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ചേഞ്ച് കീബോർഡ്സ് എന്താണ്? ചേഞ്ച് കീബോർഡ്സ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് US അല്ലേ, അങ്ങനെ കാണുന്നുണ്ട് അല്ലേ. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്? മലയാളവും ഉണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാവും. നമ്മൾ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് യൂസ് ചെയ്യും, മലയാളം യൂസ് ചെയ്യും അല്ലേ, അങ്ങനെയല്ല. കൂടുതൽ നമ്മൾ ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അവിടെ ഓൺ ആക്കിയിട്ടുള്ളൂ, പ്രശ്നമില്ല. ഇനി ഇവിടെ കണ്ടോ, ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പിന്നെ മലയാളം ഇന്ത്യ എന്ന് കാണുന്നുണ്ട്. ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും കാണില്ല. ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷ് മാത്രമേ ഉണ്ടാവുള്ളൂ. മലയാളം കൂടി നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഇതിവിടെ മലയാളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി മലയാളം ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ആഡ് ചെയ്യാം? ഇത്രയും സ്റ്റെപ്പിലേക്ക് വരാം. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? ആഡ് ക്ലിക്ക് ചെയ്യുക എന്നാണ്. ആഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആഡ് ക്ലിക്ക് ചെയ്തു. ആഡ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കണം? ഇവിടെ ജസ്റ്റ് ഇങ്ങനെയൊക്കെ നീക്കി വെക്കുക കേട്ടോ. ഇതിൽ മലയാളം ഇന്ത്യ എന്നുണ്ടാവും. എന്താണ്? മലയാളം ഇന്ത്യ എന്ന് കാണും. അപ്പോൾ എവിടെയാണ് കാണുന്നത്? ഇവിടെ കണ്ടോ, മലയാളം ഇന്ത്യ. ഇത് ടിക്കാണ് കണ്ടോ, രണ്ടും ടിക്കാണ്. ടിക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്റ്റീവാണ്. ഈ സിസ്റ്റത്തിൽ, ഈ ലാപ്ടോപ്പിൽ എന്താണ്? മലയാളവും ഇംഗ്ലീഷും എന്ത് ഓക്കെ ആണെന്ന്. അപ്പോൾ നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ് മലയാളം ഇന്ത്യയുടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒരു മൈനസ് പോലെ കാണുന്നുണ്ട്, പ്ലസ് പോലെ കാണുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരും കേട്ടോ. ഞാൻ ഇതിൽ ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഇങ്ങനെ വന്നു കേട്ടോ. ഈ പ്ലസ് വീണ്ടും ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ വരും. ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഈ സ്ക്രോൾ ബാർ കേട്ടോ, സ്ക്രോൾ ബാറൊക്കെ മൂവ് ചെയ്താൽ ഇങ്ങോട്ടൊക്കെ വരും കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി എന്ത് ചെയ്യണം? അതിന് ശേഷമാണ് ഓക്കെ കൊടുക്കേണ്ടത്. കണ്ടോ, ഓക്കെ ഇവിടെ ആക്റ്റീവ് അല്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ആക്റ്റീവ് ആയതുകൊണ്ടാണ് ഓക്കെ അവിടെ ആക്റ്റീവ് ആവാത്തത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങളുടെ സിസ്റ്റത്തിൽ ISM അവിടെ കിടന്നോട്ടെ, പ്രശ്നമില്ല. ഇതും കൂടി നിങ്ങൾ ഓൺ ആക്കിയിട്ടോളൂ. അപ്പോൾ നിങ്ങൾക്ക് പല നമ്മൾക്ക് മെയിലൊക്കെ അയക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മലയാളം എടുക്കണമെങ്കിലോ ഈ ISM ഒന്നും ഓൺ ആക്കിയിടേണ്ട കാര്യമില്ല. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഓക്കെ കൊടുക്കുക. ഇവിടെ ഒരു ഓക്കെ ബട്ടൺ ഉണ്ട്, ഓക്കെ കൊടുക്കുക. ഇവിടെ പിന്നെ ആക്റ്റീവ് ആയതുകൊണ്ടാണ് ഈ ഓക്കെ ബട്ടൺ ആക്റ്റീവ് ആവാത്തത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ സിസ്റ്റത്തിൽ തന്നെ എന്താണ് അപ്ഡേറ്റ് ആയി കിടക്കുന്നുണ്ട്. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. ഒന്നും കൂടി പറഞ്ഞു തരണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞു തരാം. എല്ലാവർക്കും രണ്ടാമത്തെ പ്രാവശ്യം പറയുമ്പോഴാണ് എല്ലാവർക്കും കയറുന്നത് അല്ലേ. അപ്പോൾ ഒന്നുകൂടി നോക്കാം. നെക്സ്റ്റ് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. എല്ലാവരും ഇത് നോക്കണം കേട്ടോ. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? കൺട്രോൾ പാനൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കുക? ലാംഗ്വേജസ് ആൻഡ് റീജിയണൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് റീജിയണൽ ആൻഡ് ലാംഗ്വേജ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് കീബോർഡ് കണ്ടോ, ഫോർമാറ്റ്സ്, ലൊക്കേഷൻ, കീബോർഡ്സ് ആൻഡ് ലാംഗ്വേജ് എല്ലാം ഉണ്ട്. അതിൽ കീബോർഡ്സ് ക്ലിക്ക് ചെയ്യുക. ചേഞ്ച് കീബോർഡ്സ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് യുണൈറ്റഡ്, ഇംഗ്ലീഷോ മലയാളമോ എങ്ങനെയായാലും കുഴപ്പമില്ല, അങ്ങനെ ആക്റ്റീവ് ആക്കിയതിന് ശേഷം ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തതിന് ശേഷം മലയാളം ഇന്ത്യ അവിടെ ഉണ്ടോ നോക്കുക അല്ലേ. ഇംഗ്ലീഷ് എന്തായാലും ആക്റ്റീവ് ആണ്, അവിടെ ഉണ്ടാവും. മലയാളം ഇന്ത്യ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഓക്കെ കൊടുക്കുക. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇത്രയും ചെയ്തതിന് ശേഷം എന്താണ് വേണ്ടത് ഞാൻ പറയാം. അപ്പോൾ എന്ത് വന്നു? ഏറ്റവും ടാസ്ക് ബാർ കേട്ടോ, ഇതാണ് ടാസ്ക് ബാർ. ഇത് ഞാൻ ക്ലാസ്സിൽ എടുത്തിരുന്നു. ഏറ്റവും അടിയിൽ കാണുന്ന ബാറിനെയാണ് ടാസ്ക് ബാർ എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ EN കണ്ടോ, ഇവിടെ ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാണുന്നില്ല. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ, ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട് അല്ലേ. അത് ഇംഗ്ലീഷിലാണ് ഇപ്പോൾ ആക്റ്റീവായി കിടക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്ത് വേണം? വേർഡ് ക്ലിക്ക് ചെയ്യുക. എന്താണ്? വേർഡ് ക്ലിക്ക് ചെയ്തിട്ട് മാക്സിമൈസ് ചെയ്തതിന് ശേഷം ഇംഗ്ലീഷ്. ഇപ്പം ഞാൻ ടൈപ്പ് ചെയ്താൽ ഇംഗ്ലീഷ് അല്ലേ വരുന്നത്. ഇപ്പോൾ ടൈപ്പ് ചെയ്താൽ ഇംഗ്ലീഷാണ് വരുന്നത് അല്ലേ. ഓക്കെ, അത് മനസ്സിലായല്ലോ. അതെന്തുകൊണ്ടാണ്? അത് ഇംഗ്ലീഷാണ് ഇവിടെ ആക്റ്റീവായി കിടക്കുന്നത്. ASDFGF കണ്ടോ, ASDFGF. ഓക്കെ, ഇപ്പോൾ ഇംഗ്ലീഷാണ് വരുന്നത്. ഇനി മലയാളം വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത്രയും ആക്കിയതിന് ശേഷം കേട്ടോ, ഇൻസ്ക്രിപ്റ്റ് ഒന്നും ISM ഒന്നും ഓൺ ആക്കിയിടേണ്ട കാര്യമില്ല കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം Shift Alt പ്രസ് ചെയ്യുക. എന്തിനാണ്? കീബോർഡിൽ Shift Alt പ്രസ് ചെയ്യുക.
ഷിഫ്റ്റ് ഓൾട്ട് പ്രസ് ചെയ്യുമ്പോൾ എവിടെയായി? ഇവിടെ കണ്ടോ, നോക്കിയേ, ഇംഗ്ലീഷ് എന്നുള്ളത് മലയാളമായി അല്ലേ? ഇംഗ്ലീഷ് ഉള്ളത് ഇവിടെ മലയാളമായി കേട്ടോ. ഈ ടാസ്ക് ബാറിൽ തന്നെ നോക്കിക്കോളൂ കേട്ടോ, ഈ ഭാഗത്ത് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ മലയാളമായിട്ടുണ്ട്. ഇനി ടൈപ്പ് ചെയ്യുന്നതൊക്കെ മലയാളമായിരിക്കും വരുന്നത്. കണ്ടോ, കെ കൊടുക്കുമ്പോൾ ക വരുന്നുണ്ട് കണ്ടോ. ഇതൊക്കെ ഇംഗ്ലീഷിൻ്റെ അല്ലേ, ഏതാണ് ISM ഇൻസ്ക്രിപ്റ്റ് പഠിച്ച കുട്ടികൾക്ക് വളരെ എളുപ്പമായിരിക്കും. ടൈപ്പ് റൈറ്റിംഗ് ഫിംഗർ ഉപയോഗിച്ച് ചെയ്യുന്നവർക്ക് പറ്റില്ല. അപ്പോൾ ഇതും കൂടി നിങ്ങൾ പഠിച്ചു വയ്ക്കുക. കണ്ടോ, കെ കൊടുക്കുമ്പോൾ ക വരുന്നത് കണ്ടോ, L കൊടുക്കുമ്പോൾ ത, ഒന്നും വ്യത്യാസമില്ല കണ്ടോ. ആ ഫിംഗറൊക്കെ അതുപോലെ തന്നെയാണ്. പ. H കൊടുക്കുമ്പോൾ പായല്ലേ വരാറ്, അതുപോലെ S കൊടുക്കുമ്പോൾ പേ കണ്ടോ, ഇതുപോലെ വരും. ഡബിൾ ത വരണമെങ്കിൽ L കൊടുത്തിട്ട് D കൊടുത്തിട്ട് ചന്ദ്രക്കല കൊടുത്തിട്ട് വീണ്ടും L കൊടുക്കുമ്പോൾ ഡബിൾ ത വന്നു കണ്ടോ. അപ്പോൾ എന്താണ്, ISM ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറേ കുട്ടികൾ എന്നോട് ചോദിച്ചു കേട്ടോ, ISM ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല, അത് ഒറിജിനലിൻ്റെ CD ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? അപ്പോൾ അവർക്കായിട്ട് വളരെ എളുപ്പമായിട്ട് ISM നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ യൂണിക്കോഡിൽ നമുക്ക് ചെയ്ത് പഠിക്കാം. ഒരു കീ മാത്രം വ്യത്യാസമുള്ളൂ കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. തത്തമ്മ ത, ത, സി, ചന്ദ്രകല സി, തത്തമ്മ. ഇതൊക്കെ ISM ഇൻസ്ക്രിപ്റ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമായിട്ടും ഗവൺമെൻറ് ജോലിക്ക് പോകാനൊരുങ്ങുന്ന കുട്ടികൾക്കും ഗവൺമെൻറ് ജോലിയിലിരിക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും ഉപകാരമായിരിക്കും. ഇത്രയും മനസ്സിലായോ? നമ്മൾ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് സ്പെല്ലിംഗ് ഒക്കെ പഠിച്ച് വെക്കണം കേട്ടോ. ISM ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് വളരെ എളുപ്പമായിരിക്കുന്ന പറയുന്നത്. ഇനി ഷിഫ്റ്റ് ഓൾട്ട് വീണ്ടും പ്രസ് ചെയ്യുക. അപ്പോഴാണ് എന്ത് വരുന്നത്? ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത് കണ്ടോ. ഇപ്പോൾ ഇംഗ്ലീഷായി കണ്ടോ, ഏറ്റവും അടിയിൽ നോക്കിയാൽ ഇംഗ്ലീഷായി. വീണ്ടും ഷിഫ്റ്റ് ഓൾട്ട് വീണ്ടും ഒരുമിച്ച് പ്രസ് ചെയ്യണം കേട്ടോ. ഒരുമിച്ച് പ്രസ് ചെയ്യുമ്പോൾ വീണ്ടും എന്തായി? മലയാളമായി. ഓക്കെ, ഇത്രയേ ഉള്ളൂ എൻ്റെ യൂണിക്കോഡ്. ISM ഇല്ലെങ്കിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇപ്പം ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇനി ഇൻസ്ക്രിപ്റ്റ് എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല അല്ലേ, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ 3 ക്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ISM ഇൻസ്ക്രിപ്റ്റ്. ഓക്കെ, ടൈപ്പ് റൈറ്റിങ്ങും അറിയാലോ, നമ്മൾ ഓണാക്കിയിടണം അല്ലേ. ISM ഒക്കെ ഓണാക്കിയിട്ടതിന് ശേഷം ചെയ്യാവുന്നതാണ്. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കണം. ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.